നമ്മുടെ ഈ ഗ്രോ ബെഡിലെ മുളകും തക്കാളിയൊക്കെ വിളവെടുപ്പൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി കുറച്ച് മുളകും കൂടി ബാക്കിയുള്ളൂ. ഇതുണ്ടല്ല, അപ്പോഴേക്കും നമ്മുടെ കീടങ്ങളൊക്കെ വന്നിട്ട് നശിപ്പിച്ച് ഏകദേശം ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പറിക്കാൻ മണ്ണിലെ പോലെ പ്രയാസമൊന്നുമില്ല. ഇതുണ്ടല്ലേ, വളരെ എളുപ്പം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പോരും. ഇതുണ്ട, വേരുകളൊക്കെ കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് നിൽക്കുന്നൊക്കെ, ഒക്കെ ഹെൽത്തി വേരുകളാണ്. അത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയും പണിയുള്ള നമുക്കൊരു ഇതിൽ നിന്നും തൈകളൊക്കെ പറിക്കാൻ നോക്കുക. തൈകൾ പറിക്കാനൊന്നും ഒരു പ്രയാസമില്ല. ഇതിൽ മുളകുകളൊക്കെ ഉണ്ട്. പിന്നെ മുറിക്കാം. ഇത് കണ്ട, ഈ പഴുത്ത മുളകുകളൊക്കെ നമുക്ക് ഇതേപോലെ ഉണക്കിയിട്ട് ഞങ്ങൾ കറിയിലിടാനും മുളക് അത് പൊടിച്ച് മുളക് പൊടിയായിട്ട് ഉപയോഗിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇതിലൊക്കെ ഉണ്ടില്ലേ, ഒരുപാട് മുളക് ഇനിയും ബാക്കിയുണ്ട്. ഉണ്ടാവുന്നുണ്ട്. കണ്ട, ഇതൊക്കെ മുളകാണ്. കണ്ട, ഈ മുളകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അതിൽ കീടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വെള്ളീച്ചയുടെ ശല്യം നന്നായിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും അടിച്ചിട്ടില്ല ഇതുവരെ. ഒരു കീടനാശിനിയും ഉപയോഗിക്കാതെയാണ് നമ്മളിത് ഒക്കെ ചെയ്യുന്നത്. ഒന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഇഷ്ടം പോലെ മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇഷ്ടം പോലെ ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ സാവകാശം പറിച്ച് എടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഒരു പ്രയാസമില്ല ഇതൊന്ന് പറിക്കാൻ. ഇത്രയുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ കീടങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ. കണ്ടില്ലേ, നിറയെ വെള്ളീച്ചയുടെ ശല്യമാണുള്ളത്. അപ്പോൾ ഈ ബെഡിലെ ഇലകളൊക്കെ എടുത്ത് കളഞ്ഞ് ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതിൽ വിത്തിടാം. ഈ മീഡിയ ഗാർഡ് ഇങ്ങനെയുള്ള 4 ഇഞ്ചിൻ്റെ ആണെങ്കിൽ നമുക്ക് കൈ ഇട്ട് അതിൽ നിന്ന് വല്ല കച്ചറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് തടസ്സങ്ങൾ, വേരുകളൊക്കെ വന്നിട്ട് ചിലപ്പോൾ തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനൊരു കുഴപ്പമില്ല. ഇത് പടരുന്ന ചെടികളൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ വേര് നിറയെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് കൈയിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, ഈ 1.5 ഇഞ്ച് PVC പൈപ്പിലൂടെയാണ് ഇതിലൊക്കെ വെള്ളം കയറുന്നത്. അതേ പൈപ്പിലൂടെയാണ് മോട്ടർ ഓഫ് ആകുമ്പോൾ റിട്ടേൺ പോകുന്നതും. അപ്പോൾ ഒറ്റ പൈപ്പിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വിത്തുകളിടാം. ഇതിൽ വെണ്ടയുടെ വിത്താണ് ഇടുന്നത്. വിത്തിടാനും നമുക്ക് ഇതിൽ വലിയ പ്രയാസമൊന്നുമില്ല. ഇതിൽ വെള്ളം നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം വെള്ളം മുകളിലേക്ക് വരുന്ന രീതിയിൽ ടൈമറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലാണ് ഇതിൻ്റെ വിത്തുകളൊക്കെ നനവ് കിട്ടുള്ളൂ. കണ്ടില്ല, ഓരോ വിത്തുകളും നമുക്ക് ഉറുമ്പുകളൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കൊന്നും ഇളക്കി വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മേലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു നനവിൽ ഇതെല്ലാം മുളച്ച് വരും. നമുക്ക് ഇതല്ല, ഈ വിത്ത് നമുക്കിതിൽ ഇടാം. കല്ലൊന്ന് നീക്കിയിട്ട് വെറുതെ വെച്ച് കൊടുത്താൽ മതി. നനവുള്ള ഭാഗത്തൊന്ന് വെറുതെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധനം മുളച്ച് വന്നോളും. ക്യാരറ്റൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. ഇത് പൂച്ചൊക്കെ മാന്തിയാകെ നശിപ്പിച്ച് കളഞ്ഞാണ് വീണ്ടും അത് പൊടിച്ച് ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പൂച്ചകൾ മാന്താതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് വെച്ചാണ്. പക്ഷേ നെറ്റൊക്കെ അവർ മാന്തി കൊളാക്കി. അവരുടെ ശൗചാലയമാണിത്, ഈ പൂച്ചകളുടെ ശൗചാലയമാണിത്. അതാണ് ഒരു കംപ്ലീറ്റ് മണ്ണൊക്കെ നീക്കിയിട്ട് അതിലാണ് കാര്യം സാധിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതവർ മാന്തുമ്പോൾ മൊത്തം തൈകളൊക്കെ പറഞ്ഞു പോയതാണ്. പിന്നെ രണ്ടാമത് മുളച്ച് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇനി ഉഷാറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലൊക്കെ നമ്മളിപ്പോൾ വിത്തിട്ടുണ്ട്. വിത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇതിലേക്ക് പൊങ്ങി നിർത്തുന്നത് നല്ലതാണ്. എങ്കിലാണ് വിത്ത് മുളച്ച് വരുന്നവരെ നമ്മൾ ടൈമറൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഇതിലേക്ക് കയറുന്ന രീതിയിൽ, മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുന്നത് നല്ലതാണ് കുറച്ച് നാളത്തേക്ക്. ഇതൊക്കെ ഒന്ന്
മുളച്ച് മേലേക്ക് വരുന്ന സമയം വരെ നമ്മളിതൊന്ന് കൺട്രോൾ ചെയ്താലാണ് അവർ വലിയ കുഴപ്പമില്ലാതെ ഇത് വളർന്ന് മേലോട്ട് പൊങ്ങുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിത്തിടാൻ യാതൊരു പ്രയാസവുമില്ല. ഈ അക്വാപോണിക്സിൻ്റെ പ്രത്യേകത മണ്ണിലെ പോലെ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. മുളപ്പിച്ചിട്ട് വേറെ വെക്കണമെന്നൊന്നുമില്ല. നേരിട്ട് നമുക്ക് വിത്തുകൾ ഇതിൽ ഇട്ട് കൊടുത്താൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മുളച്ച് വരും. അത് താനെ തൈയായിട്ട് വളർന്ന് പന്തലിച്ചോളും. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. പിന്നെ നമ്മൾ കീടങ്ങൾക്കൊന്നും വലിയ മരുന്നൊന്നും അടിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ കീടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, കൂടുതലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ മുളകും തക്കാളിയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് പറിച്ചെടുത്തത്. ഇപ്പോൾ ഇതൊക്കെ കളയാറാകുമ്പോഴേക്കും അവിടെ മുളച്ച് അവിടേക്കുള്ള നമുക്കുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യാൻ ഒരു 2 അക്വാപോണിക് സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒന്നിൽ കഴിയുമ്പോൾ മറ്റേന്ന് തുറന്ന് പറിക്കാനും ഇത് കഴിയുമ്പോൾ അടുത്തുനിന്ന് പറിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഉണ്ട്, നിറയെ മുളകുണ്ട് ഇതിലൊക്കെ. ഇപ്പം നമുക്ക് ദിവസവും നമുക്ക് ആവശ്യത്തിലേറെ കിട്ടുന്നതാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ നന്നായിട്ട് കണ്ടില്ലേ കളറ്. നമ്മൾ പഴുത്ത മുളകൊക്കെ പറിച്ച് ഇതിൽ ഉണക്കിയിട്ട് നമുക്ക് പൊടിയായിട്ട് ഉപയോഗിക്കാനും കറിയിലിടാനൊക്കെ നല്ലതാണ്. ഒക്കെ നമ്മൾ ഈ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള